ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലായിട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റുകൾ പല ആളുകൾക്കും ഉള്ള പ്രശ്നമാണ്. കോൺടാക്റ്റുകൾ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ നമ്മുടെ ഫോണിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഫോൺ ചേഞ്ച് ആക്കുമ്പോൾ നമ്മുടെ ഫോണ് കോൺടാക്റ്റുകൾ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഉള്ള നമ്മുടെ മൊബൈലിലുള്ള കോൺടാക്റ്റുകൾ നമുക്ക് ഇനി നഷ്ടപ്പെടാതിരിക്കണം. അപ്പോൾ ഒരുപാട് കോൺടാക്റ്റുകൾ നമ്മൾ സേവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ സിം കാർഡിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കോൺടാക്റ്റുകളെല്ലാം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജിമെയിലിൻ്റെ എംബ്ലമുള്ള ഈ ആപ്പ് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. ജിമെയിലിൻ്റെ എംബ്ലം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുകളിലുള്ള നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് അക്കൗണ്ട് ദിസ് ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുള്ളതിൽ നമ്മൾ ഫോണിൽ സൈൻ ഇൻ ആയിട്ടുള്ള എല്ലാ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഏത് ഐ ഡിയിലേക്കാണോ സേവ് ആകേണ്ടത്, നമ്മളെ ഫോണിലുള്ള കോൺടാക്റ്റൊക്കെ നമ്മുടെ ഇമെയിൽ ഐ ഡിക്ക് ഇതുവഴി സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇമെയിൽ ഐ ഡിയിലല്ലാത്ത ഫോണിൽ അല്ലെങ്കിൽ സിം കാർഡിലൊക്കെ ഉള്ള കോൺടാക്റ്റൊക്കെ നമ്മൾ മെയിൽ ഐ ഡിക്ക് ഇതുവഴി സേവ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് എന്നുണ്ട്. ഇതിൽ കോൺടാക്റ്റ് എന്നുള്ളത് സിങ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കോൺടാക്റ്റിന് നേരെയുള്ള റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫോണിലുള്ള എല്ലാ കോൺടാക്റ്റുകളും എൻ്റെ എന്താ പറയുക മെയിൽ ഐ ഡിയിലേക്ക് സൈൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോൺടാക്റ്റുകളെല്ലാം നമ്മുടെ ഫോണിൽ മെയിൽ ഐ ഡിയിലേക്ക് സിങ് ആയി കഴിഞ്ഞാൽ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മെയിൽ ഐ ഡി ഏത് മൊബൈലിലാണോ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത് അതിൽ എല്ലാ കോൺടാക്റ്റുകളും ആ ഫോണിൽ നമുക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മെയിൽ ഐ ഡിയിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് നമ്മൾ ഫോൺ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുമല്ലോ